എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിൻ്റെ 14-ാം ദിവസത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 14-ാം ദിവസമാണ്. ഈദ് ദിനമാണ്, അവധി ദിനം തന്നെയാണ്. നമുക്കറിയാം ചിലർക്കൊക്കെ വർക്കിംഗ് ആണ്, എന്നിരുന്നാൽ പോലും ഭൂരിഭാഗം ആളുകൾക്കും അത് ഒരു അവധി ദിനം തന്നെയാണ്. ഇന്ന് രാവിലെ ഏകദേശം 38% ഒക്യുപ്പൻസിയെങ്കിൽ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഫൈനൽ വരുമ്പോഴത്തേക്ക് 66% ഒക്യുപ്പൻസി വരുന്നു എന്നുള്ളതാണ്. സിനിമ അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് കേരള തിയേറ്ററുകളിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതായത് 145 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഇന്ന് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടു. 246 മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും വന്നിരുന്നു. അതായത് മൊത്തം 400ഓളം ഷോകൾ ആ റേഞ്ചിലാണ് സിനിമയ്ക്ക് വന്നത്. 1181 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 2,20,000-നടുത്ത് ആളുകൾ കാണുമ്പോൾ 3,21,00,000-ഓളം രൂപയാണ് ഈ സിനിമ ഇതുവരെ ട്രാക്കിംഗ് മുഖാന്തരം നേടിയിരിക്കുന്നത്. ട്രാക്കിങ്ങിൽ ഫൈനൽ പറയുന്നത് 3,30,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ്. അതായത് ഇന്ന് 4,00,00,000 4,50,00,000 ഇടയിൽ, അതായത് 4,15 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതിരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 57 കോടി കവർ ചെയ്തിരിക്കുന്നു ആടുജീവിതം എന്നുള്ളതാണ്. വലിയ താമസമില്ലാതെ ഈ വരുന്ന ശനി ഞായറോ ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് 60 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും. വേൾഡ് വൈഡായിട്ട് 130 കോടി സിനിമ കവർ ചെയ്തിരിക്കുന്നു. ഇന്ന് 10 കോടിക്ക് മുകളിൽ നേടുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും 8 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. 10 കോടി ബെഞ്ച് മാർക്കിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.